35 വർഷങ്ങൾക്ക് മുമ്പ് ഗോപാലൻ ആചാരി നിർമ്മിച്ചതാണ് ഈ തുരങ്കങ്ങൾ. വർഷങ്ങൾക്കിപ്പുറം കടുത്ത വേനൽ നമ്മെ പിടികൂടിയപ്പോഴും ഇവർക്ക് ഇവിടെ ഇന്നും ജലം സുലഭമായി ലഭിക്കുന്നു. 50 വർഷത്തിന് മുമ്പ് കയ്യൂരിനടുത്ത ആലന്തട്ടയിലെ ഈ മലഞ്ചെരുവിൽ 8 ഏക്കർ ഭൂമി വാങ്ങി വീട് വച്ചപ്പോഴാണ് ജലലഭ്യതയെക്കുറിച്ച് ആചാരി ചിന്തിച്ചത്. കിണറിനു സ്ഥാനം നോക്കിയപ്പോൾ ലഭിച്ചതാവട്ടെ കുന്നിനു മുകളിലും. കിണർ കുത്തി വെള്ളം ലഭിച്ചെങ്കിലും താഴെയുള്ള വീട്ടിലേക്ക് വെള്ളം എത്തിക്കുന്നത് ശ്രമകരമായി തുടർന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. വീടിനടുത്തു നിന്നും കിണറിനടിയിലേക്ക് നേരെ ഒരു തുരങ്കം നിർമ്മിച്ചു. ആചാരിയുടെ ആശയം പ്രയോഗതലത്തിലെത്തിയപ്പോഴേക്കും 5 വർഷം പിന്നിട്ടിരുന്നു. പലപ്പോഴായി ഇത്തരത്തിൽ 3 കിണറുകളും 3 തുരങ്കങ്ങളും സ്വന്തം അധ്വാനം കൊണ്ട് ആചാരി നിർമ്മിച്ചു. എപ്പോഴും വെള്ളം പറ്റൂല, വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല. പിന്നെ എപ്പോഴും വെള്ളം ഉണ്ടാവും. ഇപ്പം താഴ്ന്നു കൊണ്ടായിട്ടില്ല, ഇതന്നെ എടുത്തിട്ട് ഇനി പൈപ്പ് വെച്ചിട്ട് തന്നെ പോരല്ലോ, തെങ്ങിനും കങ്ങിനല്ല. പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഒരു പമ്പ് സെറ്റിന്റെയും പിന്തുണയില്ലാതെ ആചാരിയുടെ വീട്ടിലേക്കും കൃഷിയിടത്തിലേക്കും വെള്ളമെത്തുന്നു. 40 മുതൽ 60 വരെ മീറ്റർ നീളത്തിലും 6 അടി ഉയരത്തിലും ചെങ്കല്ല് തുരന്നാണ് ഇവ നിർമ്മിച്ചത്. ഇതിലൂടെ നേരെ നടന്നു ചെന്ന് വെള്ളം ശേഖരിക്കുകയും ആവാം. ഏതായാലും മനുഷ്യാധ്വാനത്തിന്റെ മഹത്വം വിളിച്ചറിയിച്ച് ആചാരിയുടെ തുരങ്കങ്ങൾ ഇന്നും കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നു. ക്യാമറമാൻ സുബിത്തിനോടൊപ്പം ഇർഷാദൻ പി, കാസർഗോഡ്, ഇന്ത്യ വിഷൻ.